വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ വിറ്റ് കച്ചവടമാക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സമീപകാലത്തായിട്ട് 60ഓളം വയസ്സ് പ്രായമുള്ള തങ്ങളുടെ അമ്മയെ രണ്ടാം വിവാഹം കഴിപ്പിച്ച് അത് യൂട്യൂബിലിട്ട് സമാന ചിന്താഗതിയുള്ള കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തി വലിയൊരു വിഷയമാക്കി വൈറൽ കണ്ടൻ്റാക്കി ആളുകളുടെ ഇടയിൽ അവതരിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചയച്ച ഒരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം വലിയൊരു പുലിവാലിലേക്ക് ചെന്ന് പെട്ടിട്ടുണ്ട്. നമ്മുടെ സംഭവം മറ്റാരുമല്ല, ജയപ്രകാശും രശ്മിയും തന്നെയാണ്. പക്ഷേ അതിബുദ്ധിപൂർവം വിവാഹ മാമാങ്കമൊക്കെ നടത്തി നൈസായിട്ട് അമ്മേനെ ഒഴിവാക്കിയെങ്കിലും അമ്മയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ആസ്പദമാക്കിയിട്ട ചില വീഡിയോ അല്ലെങ്കിൽ ചില ചോദ്യങ്ങളും അമ്മ അതിന് പറഞ്ഞ മറുപടി, ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തനിക്ക് സുഖമില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കൊടിയ പട്ടിണിയാണ്, പെട്ടുപോയി മക്കളെ എന്ന തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ ഈ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിവരെ വലിയ കണ്ടൻ്റാക്കി നാട്ടുകാരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാര്യം കൈവിട്ട് പോയിട്ടുണ്ട്. മിക്കവാറും അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം ഉടനെ തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അമ്മയെ തന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലോട്ടാണ് നീങ്ങാൻ പോകുന്നത്. കാര്യം കൈവിട്ടു പോയി, നമ്മളെ ഒഴിവാക്കിയ, നമ്മൾ പറയത്തില്ലേ പൂച്ചേനെയൊക്കെ ചാക്കിലാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പൂച്ച തപ്പിത്തടി നമ്മുടെ തന്നെ വീട്ടിലേക്ക് വരും. അങ്ങനെ സമാനമായ രീതിയിൽ അതിബുദ്ധി കാണിച്ച് നൈസായിട്ട് ഒഴിവാക്കിയ അമ്മ വീണ്ടും ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ പണിയാകുമോ എന്നൊരു ബോധം ഇപ്പോഴാണ് മകൾക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർ നട്ട്സല്ല കഴിക്കുന്ന, നല്ല വിലയുള്ള മട്ടനും ചിക്കനും അല്ല കഴിക്കുന്ന, ഒരു ഹെൽത്തി ഡയറ്റ് അവർ പറഞ്ഞത് ഞാൻ ഇട്ടതേ ഉള്ളൂ, അത് ആളുകൾക്ക് വേണ്ടുന്നവർക്ക് ഫോളോ ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും മകൾ വന്ന് മെഴുകുന്നുണ്ട്. യാതൊരു കാര്യവും ഇല്ല. അമ്മയുടെ ജീവിതം സത്യസന്ധമായിട്ട് പറഞ്ഞു. പുതിയ മണവാളൻ ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങൾ, ഇല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ചില വാർത്തകളൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ജയപ്രകാശ് എന്ന് പറയുന്ന ആളുടെ മകന് ഈ വിവാഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ. അതിലെ വാസ്തവമൊന്നും അറിയത്തില്ല, ചിലപ്പോൾ അത് വെറും പറച്ചിൽ മാത്രമായിരിക്കും. അതിപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ അമ്മ മരിച്ചുപോയി ആ ഒരു സ്ഥാനത്തേക്ക് പുതിയ ഒരു സ്ത്രീയെ കൈപിടിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കണം, അല്ലെങ്കിൽ അപ്പൻ്റെ രണ്ടാമത്തെ ഭാര്യയെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. അതറിയാവുന്ന, ഈ മനഃശാസ്ത്രം അറിയാവുന്നവരാരെങ്കിലും പറഞ്ഞതുമായിരിക്കാം. കാര്യം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ചെയ്തത് കൈവിട്ടു പോയി, ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ, ഇതിനെന്തിനാണ് മറ്റുള്ളവർ അഭിപ്രായം പറയുന്നത് എന്നൊക്കെ തരത്തിൽ സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കണ്ടേ, ഈ പബ്ലിക്കിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ആളുകൾ അത് പ്രതികരിക്കും, അവരുടെ അഭിപ്രായം പറയും. അങ്ങനെയൊക്കെ സംഭവിക്കരുത്, തങ്ങളുടെ സ്വകാര്യത ആരും ചോദ്യം ചെയ്യരുത്, കുടുംബത്തിൽ കയറി കളിക്കരുത് എന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും എടുത്ത് ആളുകളുടെ മുന്നിലേക്ക് ഇടാതിരിക്കാനുള്ള മര്യാദ കാണിക്കണം. അപ്പോൾ പുള്ളിക്കാരിക്ക് പറ്റിയ ഒരു അബദ്ധം, പല യൂട്യൂബേഴ്സും അവരുടെ വീട്ടിലെ ദാരിദ്ര്യം, കഷ്ടപ്പാട് ഒക്കെ പറഞ്ഞ് ഒരു കാലത്ത് പൈസ ഉണ്ടാക്കി, പിന്നെ മക്കളുടെ കുറ്റം പറഞ്ഞ്, പേരൻസിൻ്റെ കുറ്റം പറഞ്ഞ് കുറേ ആളുകൾ പൈസ ഉണ്ടാക്കി, പിന്നെ ഭാര്യനെ വിവാഹം ഉപേക്ഷിക്കാൻ പോകുന്നു, ഇനി ഭാര്യയെ ഞാൻ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചിലരൊക്കെ ആണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ വരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. അപ്പം ഈ പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ കണ്ടന്റ് വിറ്റാലാണ് തങ്ങൾക്ക് ഒരു റീച്ച് കിട്ടുന്ന, 10 രൂപ കിട്ടുന്നതെന്ന് നോക്കിയിരുന്ന ഒരാൾക്ക് സ്വന്തം അമ്മയെ തന്നെ വിറ്റാലേ പൈസ ഉണ്ടാവുള്ളൂ, അത് വിറ്റ് കുറേ സ്വന്തം അമ്മ അപ്പന് ഇവരെക്കുറിച്ചൊക്കെയുള്ള ജീവിതം വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് കാണിച്ച ഒരു അതിബുദ്ധി സംഭവം കൈവിട്ടു പോയിട്ടുണ്ട്. താമസമില്ല, ഇനി എന്തായാലും അവർ തമ്മിൽ ആ ഭർത്താവിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും മോശമായ ഒരു സാഹചര്യവും അനുഭവം മാത്രമേ ഇനി അങ്ങോട്ട് ആ അമ്മയെ കാത്തിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഇനി അവരവിടെ കിടന്ന് ഇനി ഈ മകൾ ചെയ്യാൻ പോകുന്ന കാര്യം മൈക്കും പിടിച്ച് അല്ലെങ്കിൽ ക്യാമറയും പൊക്കി പിടിച്ച് ആ വീട്ടിലോട്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പോകുന്നു തോന്നുന്നില്ല. അന്തസ്സുള്ള വ്യക്തിയാണെങ്കിൽ മറ്റേ അവരുടെ ഭർത്താവ് സമ്മതിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിട്ട് മെഴുകി അമ്മേനെ കൊണ്ട് തിരുത്തി പറയിക്കുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ വരും. ഈ യൂട്യൂബേഴ്സ് എപ്പോഴും സ്വന്തം വീട്ടിലുള്ള അമ്മേനെ അപ്പേനെയൊക്കെ വിറ്റ് ഈ കണ്ടൻ്റാക്കി അതുകൊണ്ട് പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഗതികേട്ടിലേക്കാണോ പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ചുരുക്കം ചില ആളുകളുടെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ അവർ ജീവിക്കട്ടെ. അല്ലാതെ അധ്യാപികയാണ്,
അത്യാവശ്യം വരുമാനവും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ആളുകൾ ഇത്തരം മണ്ടത്തരം കാണിച്ചിട്ട് പിന്നെ അതിനെ ഇരുന്ന് മെഴുകി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പേടിക്കണ്ട. നൈസായിട്ട് ഒഴിവാക്കിയ അമ്മ താമസം വിന എൻ്റെ മക്കളെ നിങ്ങളുടെ തന്നെ ഭവനത്തിൽ വരുന്നതാണ്. അമ്മയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന മാർഗം ഇത്രയും ക്രൂരതയും കഷ്ടപ്പാടും അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന അമ്മയെ അവിടെ ഇരുത്തിക്കൊണ്ടിരിക്കുന്നതിലും നല്ലത് നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ നൈസായിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് എന്നെ സംബന്ധിച്ചിടത്തോളമാണ് അപ്പം മരിച്ചുപോയി, അമ്മ ഒറ്റയ്ക്കാണ് എങ്കിൽ ഒരു വിവാഹം നല്ല ബന്ധം വന്നു, ഓക്കെ, അവരറിയുന്ന ആൾക്കാരാണ്, വിവാഹം നടത്തി കൊടുത്തതെന്ന് ചിന്തിക്കുക. സമാനമായ ഒരവസ്ഥയാണ് എൻ്റെ അമ്മയ്ക്ക് അവിടെ നേരിടുന്നതെന്ന് തോന്നിയാൽ ഞാൻ നൈസായിട്ട് 2 ദിവസത്തിൽ വീട്ടിൽ നിന്ന് പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരികയും പിന്നെ തിരിച്ചു വിടാതിരിക്കാനുള്ള കാര്യം നോക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ പരിപാടി നടക്കുകയല്ല കേട്ടോ എന്നാൽ അവരെ മാന്യമായിട്ട് വിളിച്ചു പറയും, ഇനി തനിക്ക് പോണോ പൊക്കോ. ഡിവോഴ്സ് പരസ്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇടയ്ക്ക് 1 ദിവസം 2 ദിവസമൊക്കെ അവിടെ പോയി നിന്ന് തല കാണിച്ചിട്ട് പോരാൻ പറയും. അത്രേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. എന്തായാലും ആ ഒരു സ്ത്രീ ശരിക്കും പെട്ടിട്ടുണ്ട്. പട്ടിണിയായിട്ടും പെട്ടു, വയസ്സനാം കാലത്ത് കല്യാണവും കഴിച്ചു, തിരിച്ചു പോരത്തുമില്ല, നാട്ടുകാരും കുറ്റം പറയും. ഇപ്പം തന്നെ എല്ലാവരും അതുങ്ങളെ കയറി പൊങ്കാലിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ശരിക്കും പെട്ടുപോയത് ആ ഒരു സ്ത്രീയാണ്. അപ്പോൾ നല്ല മക്കളാണെങ്കിലേ യൂട്യൂബിൽ ഇനി അമ്മയെ വിറ്റ് പൈസ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് അമ്മേനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടുന്നൊക്കെ വാങ്ങിക്കൊടുത്ത് മക്കൾ അവിടെ വെച്ച് പരിരക്ഷിക്കുക.